الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം സഗൗരവം മുന്നോട്ട് നയിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്തല്ല എന്ന വളരെ ബൃഹത്തായ പഠനാർഹമായ വിഷയ പരമ്പരയെ സംബന്ധിച്ചുള്ള ഖുത്ബയാണ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഖുത്ബ മുതൽ നാം തുടങ്ങി വെച്ചത്. അതിന്റെ രണ്ടാമത്തെ അധ്യായമായ ഇന്ന് നാം മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്ന ദീനുൽ ഇസ്ലാമിനെ ജീവിതത്തിൽ പൂർണ്ണമായും സ്വീകരിക്കുന്നതിന് പകരം ആ മതത്തിന്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളും പിഴച്ച ഒരുപാട് കർമാനുഷ്ഠാനങ്ങളും അനവധി പാരമ്പര്യമായ അന്ധവിശ്വാസങ്ങളും ദീനിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത് എന്നും ആ ബിദ്അത്ത്
അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അപകടം, നഷ്ടം എന്തൊക്കെയാണ് എന്നും വളരെ ഗൗരവത്തോടുകൂടി പഠിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള കാര്യമാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ളത് 6-ാം അധ്യായം സൂറത്തുൽ ആമിന്റെ 159-ാമത്തെ ആയത്താണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലാഹു നൽകിയ മതത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും പരസ്പരം കക്ഷികളായി മത്സരിക്കുകയും ചെയ്ത ആളുകൾ, അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല മുഹമ്മദ് നബിയെ. അവരുടെ കാര്യം നീ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് മതത്തിൽ ഭിന്നത ഉണ്ടാക്കുക, കക്ഷികളായി രൂപപ്പെടുക, വ്യതിചലിച്ചു പോവുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അള്ളാഹുവിന്റെ ശാപത്തിനും അവന്റെ കോപത്തിനും ഹേതുവാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ് ലോകത്ത് ഏറ്റവും മേന്മയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുതുബകളുടെ ആമുഖത്തിലും ഓരോ പ്രഭാഷണങ്ങളുടെ ആമുഖത്തിലും പറയാറുള്ള വളരെ ഗൗരവമേറിയ ഒരു വാചകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഖുതുബത്തുൽ ഹാജ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഹദീസാണ്. എല്ലാ ഖതീബന്മാരും ഖുതുബ ആരംഭിക്കുമ്പോൾ ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം പറയുന്ന ഈ വാചകം ഇതാണ്: അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. അറിയണം, അല്ലാഹുവിന്റെ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അവന്റെ കലാമാണ്. അഥവാ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ വാക്കാണ്, അഥവാ ഖുർആനാണ്. വഖൈറൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ, ഏറ്റവും മൂല്യമുള്ള ചര്യ എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എന്നിട്ട് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ കാര്യം മുഹ്ദസാതുഹാ, ഒരു മാതൃകയുമില്ലാതെ ദീനിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ ദീനിലേക്ക് ഒരു മാതൃകയുമില്ലാതെ കടന്നു വരുന്ന കാര്യത്തിന്റെ പേരാണ് പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യം, അഥവാ ബിദ്അത്ത് എന്നുള്ളത്. വകുല്ല ബിദ്അത്തിൻ ളലാല. അങ്ങനെ പുതുനിർമ്മിതിയായി കടന്നു വരുന്ന ഏത് കാര്യമാകട്ടെ അത് മുഴുവനും വഴികേടിലാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ആ വഴികേട് ചെന്നാപതിക്കുന്നത് നരകാഗ്നിയിലുമാണ്. അപ്പോ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാം, ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ റസൂലുള്ളാഹിയുടെ ചര്യ, ഏറ്റവും ഗൗരവമേറിയ ഏറ്റവും അപകടകരമായ കാര്യങ്ങളാണ് പിൽക്കാലത്ത് കടന്നു വരുന്ന ബിദ്അത്ത് എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം പൂർത്തിയാക്കി. സൂറത്തു മാഇദയിലെ 5-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം നമുക്കറിയാം. കഴിഞ്ഞ ദുൽഹിജ്ജ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അറഫ പ്രഭാഷണം അവിടെ സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിലെ പണ്ഡിതൻ പ്രഭാഷണം നടത്തി. ആ ഖുതുബ 1400 ചില്ലാനം വർഷങ്ങളായി നടന്നു വരുന്ന ഖുതുബയാണ്. ആ ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ദീർഘമേറിയ ഒരു പ്രഭാഷണം നടത്തിയതിനു ശേഷം അവിടുത്തെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങി. എന്താണ് കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നേ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ മതം ഇവിടെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്.
അല്ലാഹു തആല തൃപ്തിപ്പെട്ട മതമായി സീല് വെക്കപ്പെട്ടിരിക്കുകയാണ് ആ മതം. നമ്മുടെ വകയായി ഇനി അതിലേക്കൊന്നും പുതുതായി കൊണ്ടുവരേണ്ടതില്ല. ഇത് കാലത്തിന് യോജിക്കാത്തതാണ്, അധികപ്പറ്റാണെന്ന് പറഞ്ഞ് എടുത്തൊഴിവാക്കേണ്ടതുമില്ലാത്ത വിധം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞു, എന്ത് മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തുൻ യറാഹ ഹസന. മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തുൻ, ഇസ്ലാം ദീനിലേക്ക് ഒരാൾ ഒരു മാതൃകയുമില്ലാത്ത ശരീഅത്തുൽ ദലാലത്ത് എന്ന് പറഞ്ഞ പിഴച്ചതെന്ന് പറഞ്ഞ ബിദ്അത്തിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, അല്ലെങ്കിൽ ആ വിഭാഗം പറയുന്നു, ഈ കൊണ്ടുവന്ന ആചാരം, ഈ അനുഷ്ഠാനം യറാഹ ഹസന, വളരെ മുന്തിയതാണ്, നല്ലതാണ് എന്ന് പറഞ്ഞാൽ فقد زعم أن محمدا خان الرسالة. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന റിസാലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന നടത്തി, പൂഴ്ത്തിവെപ്പ് നടത്തി, തട്ടിപ്പ് നടത്തി എന്നാണ് ഈ ആളുകൾ വാദിക്കുന്നത്. മഅദല്ലാഹ്. കാരണം എന്താണ്? ഒരു പുതിയ ഒരു കാര്യം ഉണ്ടാക്കി, ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണ്, നരകത്തിൽ രക്ഷപ്പെടുന്ന കാര്യമാണ്, നരകത്തിന്റെ തീനാളം അണക്കുന്ന കാര്യമാണ്, ഇത് വളരെയധികം എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന കാര്യമാണ്, ഇത് അല്ലാഹു തആലക്ക് തൃപ്തിയുള്ള കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു പറയാത്ത ഒരു കാര്യം, പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിലേക്ക് കൊണ്ടുവന്നത് നല്ലതാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഒന്നുകിൽ ഇവരുണ്ടാക്കിയ ഈ കാര്യം മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകാതെ പോയി എന്ന് പറയണം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിഞ്ഞിട്ടും അള്ളാന്റെ ഹബീബ് അത് സമുദായത്തിൽ നൽകാതെ മൂടി വെച്ചു എന്ന് പറയണം. രണ്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുന്നത് അപരാധമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. മാത്രമല്ല ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ പറഞ്ഞു, ഹദീസ് സ്വഹീഹാണ്, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസകും ബിഹി വമാ മിൻ ഷൈഇൻ യുഹബ്ബുകും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസകും ബിഹി. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങൾ നരകത്തിൽ അകറ്റുന്നതുമായ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനും എതിരാണ് ഇവര് കൊണ്ടുവരുന്ന പുതിയതായ കാര്യം. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനു അൽയൗമ ദീന. അതുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും എന്ന് അല്ലാഹു തആല സീൽ വെച്ച കാലഘട്ടത്തിൽ എന്താണോ ദീനായി ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഖിയാമത്ത് നാളെയും വരെയും ദീനായി ഉണ്ടാക്കേണ്ടത്. ഒന്നും വകയാ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ അനുഗമിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും ആ പിഴച്ച വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ എല്ലാം പിൻപറ്റുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുമെന്നതാണ് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരുന്നത്. നോക്കൂ, നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് 3 സ്വഹാബികൾ ദീൻ പഠിക്കാൻ ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതം, അവിടുത്തെ രഹസ്യ ജീവിതത്തിലെ ഇബാദത്തുകൾ അത് പഠിച്ച് കൂടുതൽ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ നല്ല മനസ്സുമായി ദീൻ പഠിക്കാൻ വന്നവരാണ് 3 പേർ. ആയിഷ റളിയല്ലാഹു അൻഹയോട് അവര് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം, അവിടുത്തെ നോമ്പ്, അവിടുത്തെ ജീവിതം, അവിടുത്തെ കുടുംബം എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ 3 മനുഷ്യന്മാർ പുറത്തിറങ്ങിയിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വീട്ടിലില്ലായിരുന്നു. എന്താണ് ആ 3 പേരും പറയുന്നത്? ഒരാള് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും തന്നെ വിവാഹം പോലും കഴിക്കുന്നില്ല. എന്താ കാരണം? വിവാഹം കഴിച്ചാല് ഭാര്യ, കുട്ടികള്, ഒരുപാട് സമയങ്ങള് അവർക്ക് വേണ്ടി ചെലവാക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സമയം കിട്ടൂല. നല്ല ഉദ്ദേശമാണ്, നല്ല നിയ്യത്താണ്. അതുകൊണ്ട് ഞാൻ വിവാഹം പോലും കഴിക്കാതെ അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉടനെ 2ാമത്തെ ആള് പറഞ്ഞു, എനിക്ക് ഇനി പകല് മുഴുവനും നോമ്പാണ്, ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല. നല്ല നിയ്യത്തിലാണ്. 3ാമത്തെ ആള് പറഞ്ഞു, എനിക്ക് ഈ രൂപത്തിൽ ഞാൻ എല്ലാ സമയത്തും ഇനി നമസ്കാരം തന്നെയാണ്, നോമ്പ് തന്നെയാണ്, വിവാഹം കഴിക്കാതെ ഈ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുകയാണ്. 3 പേരും പറഞ്ഞതെന്താണ്? നല്ല കാര്യമാണ്.
നല്ല കാര്യമാണ്. പക്ഷേ ആ പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയല്ല. കാരണം എന്താ, ഒരാൾ പറയാണ് ഞാൻ ഉറങ്ങണേല്ല, രാത്രി ഫുള്ള് നിസ്കാരം, ഉറക്കില്ല, എനിക്ക് ഇന്നു മുതൽ രാത്രി മരണം വരെ എനിക്ക് ഉറക്കില്ല, എല്ലാ രാത്രി ഞാൻ ഹയാത്താക്കുക. നല്ല കാര്യമാണ്. രണ്ടാമത്തെ ആള് പകൽ മുഴുവനും പട്ടിണി കിടക്കാനാണ്. മൂന്നാമത്തെ ആള് വിവാഹം പോലും കഴിക്കാത്ത ഇബാദത്തിൽ നിരതരാകാനാണ്. 3 തീരുമാനങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ പറഞ്ഞു. 3 ആളുകളെയും ആളെ വിട്ട് വിളിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അൻതുമുല്ലദീ ഖുൽതും കദാ വ കദാ, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചോ? ഖാലൂ നഅം യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു നബിയെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമാ വല്ലാഹി, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെ തന്നെയാണ്, ഇന്നി ലഅഖ്ശാകുമുല്ലാഹു വഅത്ഖാകുൽ ലഹു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനും മുത്തഖിയും ഞാനാണ്. ലാ ഫഖറ, ഞാൻ ഫഖർ പറയുകയില്ല. റസൂലുള്ള സ്വന്തം പൊക്കി പറയല്ല. നിങ്ങൾ ഏറ്റവും വലിയ തഖ്വയുള്ളവനും അല്ലാഹുവിനെ ഭയപ്പെടുന്നവനും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇന്നി, ഞാൻ നസൂമ്, നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നാൽ ഞാൻ നോമ്പ് ഒഴിവാക്കാറുമുണ്ട്. എല്ലാ ദിവസവും നോമ്പല്ല, ഇടവിട്ട് നോമ്പാണ്. അതുപോലെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, പക്ഷെ ഉറക്കൊഴിവാക്കാറില്ല പൂർണ്ണമായി, ഇടയ്ക്ക് ഉറങ്ങാറുണ്ട്. അതേപോലെ ഞാൻ കല്യാണം കഴിക്കാതെ വെറും സന്യാസ ജീവിതമല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീരുമാനം എടുത്ത 3 വ്യക്തികളോടും ആ തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ പിന്തിരിയണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന് ആര് എതിര് നിൽക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവരല്ല. സുബ്ഹാനല്ലാഹ്. നല്ല തീരുമാനമെടുത്തവരോട് പറഞ്ഞു എന്താ, എന്റെ സുന്നത്തിന് എതിർ നിൽക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ എന്ത് മനസ്സിലായി? നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു ഹർഫ് ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഖുർആൻ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ 69-ാം അധ്യായത്തിൽ പറയുന്നു. 44-ാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്ക്. വലൗ തഖവ്വൽ അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹുൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അല്ലാഹു തആല എത്ര ഗൗരവത്തിലാ പറയുന്നത്. വലൗ തഖവ്വൽ അലൈനാ ബഅദൽ അഖാബീൽ, നാം നിനക്ക് ഇറക്കി തന്ന ദീനുൽ ഇസ്ലാം, ആ ദീനിനെ താങ്കൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചാൽ ലഅഖദ്നാ മിൻഹുൽ യമീൻ, നമ്മുടെ വലത്തെ കൈ കൊണ്ട് മുഹമ്മദ് നബിയെ താങ്കളുടെ കുടുംബയെ നാം പിടിക്കും, താങ്കളുടെ മുടിക്കുറ്റി നാം പിടിക്കും. ലഖതഅനാ മിൻഹുൽ വതീൻ, കണ്ടനാടി ഞാൻ മുറിച്ചു കളയും. റസൂലേ, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല നൽകുന്ന താക്കീതാണ്. ഇതെന്തിനാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ അല്ലാഹുവിന്റെ ഇച്ഛപ്രകാരം അല്ലാതെ ഒന്നും എക്സ്ട്രാ സംസാരിക്കൂല. പക്ഷെ ഇത് പിൽക്കാലത്ത് വരുന്ന പുരോഹിതന്മാർ, പണ്ഡിത വേഷധാരികൾ, ഉമ്മത്ത് മുസ്ലിം അവർക്കുള്ള ളമീറാണെന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കൾ പറയുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഒരു സഹാബി ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഉറങ്ങാൻ സമയത്ത് താങ്കൾ പഠിപ്പിച്ചെന്ന ഒരു ദുആ ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്, ഞാനൊന്ന് ചൊല്ലിത്തരട്ടെ നബിയെ. നമ്മളെങ്ങനെയല്ലോ ഉസ്താദിന്റെ അടുത്ത് കുട്ടികൾ ചെന്നിട്ട് ഉസ്താദ് നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ച ആ സൂറത്ത് ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്, അത് ചൊല്ലിക്കൊടുക്കുമ്പോ ഒരു സന്തോഷമാണ്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച ആ സ്വഹാബി ചൊല്ലിക്കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക وفوضت أمري إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا ملجأ منك إلا إليك آمنت بكتابك الذي أنزلت وبرسولك الذي أرسلت. صحابي سيدي അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന ഇങ്ങനെ കേട്ടു. ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിറസൂലിക അല്ലദീ അർസൽത എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വബിനബിയിക അല്ലദീ അർസൽത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥനയിൽ അവസാനത്തെ പദം ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്നാണ്. സ്വഹാബി ചൊല്ലിയതോ ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിറസൂലിക അല്ലദീ അർസൽത.
നബി എന്ന പദത്തെക്കാൾ ഹദീസിൽ റസൂൽ എന്ന പദത്തിന് ഒരുപാട് ദറജയുണ്ട്. പക്ഷേ ദറജ ഉണ്ടായിട്ട് കാര്യമില്ല. റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് അവിടെ നബി എന്നാണ്. അത് സ്വഹാബി അറിയാതെ റസൂൽ എന്ന് പറഞ്ഞപ്പോ പറ്റില്ല, അത് നബിക്കായി തിരുത്തി. എല്ലാ കാരണം ഹബീബിന് പോലും സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ ഒരു ഹർഫ് മാറ്റാൻ പറ്റില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ പിൽക്കാലത്ത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വടവൃക്ഷത്തില് ഒരുപാട് ഇത്തിക്കണ്ണികൾ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ആ ഇത്തിക്കണ്ണികളാകുന്ന ബിദ്അത്തുകളെ പൂർണ്ണമായും ഓരോന്നോരോന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദീന് കൊളമാകുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ഒരാൾ ഒരു അമൽ ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പന അതിന്മേൽ ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, നിങ്ങളത് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നല്ലതല്ലേ, ദിക്റല്ലേ, ദുആല്ലേ, സ്വലാത്തല്ലേ, അന്നദാനമല്ലേ, മദ്ഹല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യണത്, ദീനിലേക്ക് ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ പറ്റില്ല. നല്ലതാണെന്ന് വിചാരിച്ച് ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്നും അത് ചീത്തയാണെന്നും അത് നരകത്തിന്റെ വലാലത്തിലേക്കുള്ളതാണെന്നും നരകത്തിലാണെന്നും നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു. നമുക്കൊക്കെ അറിയാം, വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് ജുമുഅക്ക് വേണ്ടി, അല്ലെ? എന്നാൽ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് കൂടുന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഒരു ബാങ്ക് കൊടുക്കുന്നില്ല ഉസ്താദെ? ഒന്ന് ചോദിച്ചു നോക്കണ്ടി. വീട്ടിലൊക്കെ പണ്ഡിതന്മാര് ചെലവിന് വരുമല്ലോ, അവരോടൊക്കെ ചോദിക്കുക, ഉസ്താദെ ബാങ്ക് നല്ല ദിക്റല്ലേ? അതെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭയങ്കര ദിക്റാണ്. എന്നാ എന്താ പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താല്? അപ്പൊ പറയും പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ പറ്റൂല. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്ക് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്കറിയാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും ഇഖാമത്ത് വിളിക്കുന്നുണ്ട്, അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇഖാമത്ത് സ്വലാത്ത് പറയുന്നുണ്ട്. വീട്ടിൽ വരുന്ന ഉസ്താദന്മാരോട് ചോദിക്കുക, ഈ ഇഖാമത്തും വലിയ ദിക്റല്ലേ? ആണ്. എന്നാ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടൊരു ഇഖാമത്ത് വിളിക്കുന്നത്? വിവരമുള്ള ഉസ്താദാണ് പറയുന്നത് അത് പറ്റൂല. എന്താ? ഇഖാമത്ത് നല്ല ദിക്ർ തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ ദിക്റാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മുടെ വകയായി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തം തന്നെയാണ്. ഇത് തിരിച്ചറിയാത്തതാണ് ഇന്ന് സഹോദരങ്ങളെ സമുദായത്തിന്റെ അപകടം. ഇത് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുക എന്നതാണ് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. പള്ളിയിൽ ഓതുന്ന കിതാബുകൾ പോലും വ്യക്തമായി ഉൾക്കൊണ്ടത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ ഇവിടെയുള്ള 99.9% ദീനിലെ ബിദ്അത്തുകളും ഇല്ലാതെയാണ്. കാരണം എന്താ? ഷാഫി മദ്ഹബിൽ ഒരിക്കലും ബിദ്അത്തുകൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടില്ല. മദ്ഹബി പശ്ചാത്തലം പരിശോധിച്ചാലും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളല്ലാതെ ഒരിക്കലും ദലാലത്തുൽ ഫിന്നാർ എന്ന് പറഞ്ഞ ബിദ്അത്തുകൾ ഇല്ലാത്തതാണ്. പക്ഷെ കിതാബിൽ ഉള്ളത് പഠിക്കുക എന്നതല്ലാതെ അത് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കുക എന്നത് സാധ്യമല്ല. എന്താ കാരണം? ആ ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു പണ്ഡിതന് സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടാചാരങ്ങളുടെ പിന്നാലെ പോയിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകില്ല. കാരണം എന്താ? അവർക്ക് വിചാരിച്ച പോലെ പണം സമ്പാദിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ബിദ്അത്തിന്റെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, ഇമാം നബവിയുടെ കിതാബുൽ അദ്കാർ. ആ കിതാബുൽ അദ്കാറിൽ ഒരു അധ്യായമുണ്ട്. എന്താണ്? ഉദുവിന്റെ ബാബ്, ഉദുവിന്റെ അധ്യായമാണ്. ഉദുവിന്റെ കാര്യങ്ങൾ പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു വാചകമുണ്ട്. എന്താണ്? ഹദഫ്തു ദുആഉൽ അഅദാഇ ഇദ് ലാ അസ്ല ലഹു. ഉദുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ഒരു റെഡിമെയ്ഡ് പ്രാർത്ഥനയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഉദുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേക ഒരു പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴുകുക, ഓരോ അവയവങ്ങളും കൃത്യമാകാ, തലയും ചെവി ഒരു വട്ടം തടവുക, ഇത്രേ ഉള്ളൂ. പാപങ്ങൾ അതിലൂടെ ഒഴുകിപ്പോകും. അത് ഹദീസിൽ വന്നതാണ്. പക്ഷെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഓരോ പ്രാർത്ഥന, അത് എവിടുന്ന ഉണ്ടാക്കിയത്?
എവിടുന്ന് ഉണ്ടാക്കിയത്? ഏതെങ്കിലും കിതാബെന്നല്ല, ആരൊക്കെ എഴുതി വെച്ചതല്ല. അള്ളാന്റെ ഖുർആനിൽ നിന്ന് കടഞ്ഞെടുത്ത പവൻമാറ്റ്, പിന്നെ തങ്കം എന്നൊക്കെ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ഖുർആനിൽ നിന്ന് കടഞ്ഞെടുത്ത പ്രാർത്ഥന ആരൊക്കെയോ ഉണ്ടാക്കിയതാണ്. ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിന്റെ അല്ലദ്കാറുന്ന ഗ്രന്ഥത്തിൽ ഈ വുളൂഇന്റെ ബാബിൽ അദ്ദേഹം അത് എടുത്തു കൊടുക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ, ഞാനൊക്കെ പൊതുപ്രഭാഷണങ്ങളിൽ ഇത് ഉദ്ധരിക്കുമ്പോ ഞാൻ ഒരു കാര്യം കൂടെ പറയാറുണ്ട്. എന്താ, ഇത് ഉദ്ധരിക്കുമ്പോ ചില ആൾക്കാര് കേട്ടു നിൽക്കുന്ന പാവപ്പെട്ട സുന്നികളായ ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങളാ പറഞ്ഞ ദ്വാ ഒന്ന് എഴുതി തരി, നല്ല ചൊറുക്കുണ്ടല്ലോ ദ്വാ എന്ന് പറഞ്ഞു. രണ്ടാം ഷാഫി എന്ന ഇമാം നബവി തങ്ങൾ പറയാണ്, ഞാൻ അതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? മൊഞ്ചുള്ള ദുആയിട്ട് കാര്യമില്ല, അത് ഹദീസിലില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഞാനത് നിങ്ങളെ കേൾപ്പിച്ചു തരാം. എത്ര മൊഞ്ചുള്ള ദുആയാണ് നോക്കൂ നിങ്ങൾ. ആദ്യമായി കൊണ്ട് തന്നെ വായിലേക്ക് വെള്ളം കുപ്പിക്കുമ്പോ, രണ്ട് കൈകൾ കഴുകുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലാഹുമ്മ യഹ്ഫദ് യദയ്യ മിൻ മആസീക കുല്ലിഹാ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ യഹ്ഫദ് യദയ്യ മിൻ മആസീക കുല്ലിഹാ, എന്റെ ഇരു കരങ്ങളെയും നിനക്കെതിരെ പാപം ചെയ്യുന്നതിൽ നീ എന്നെ സംരക്ഷിക്കണേ. കൈ കഴുകുമ്പോ നല്ല പ്രാർത്ഥനയാണ്. അതേപോലെ വായിലേക്ക് വെള്ളം കുപ്പിച്ച് മൂക്ക് ചീറ്റുമ്പോ അല്ലാഹുമ്മ അഅ്നി അലാ ദിക്രിക വശുക്രിക, വായിലേക്ക് വെള്ളം കയറ്റുമ്പോ അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്നെ ഓർക്കാനും നീ എന്നെ സഹായിക്കണേ. മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോ അല്ലാഹുമ്മ അരിനി റാഹിയത്തൽ ജന്ന, എന്റെ മൂക്കിന് സ്വർഗത്തിന്റെ സുഗന്ധം നീ ആസ്വദിപ്പിക്കണേ അല്ലാഹ്. എന്തൊരു ചൊറുക്കുള്ള ദുആ അല്ലേ? അത് കഴിഞ്ഞിട്ട് മുഖം കഴുകുമ്പോഴോ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ കറുത്തു പോകുന്ന മഹ്ശറ, ചില മുഖങ്ങൾ വെളുത്തു പോകുന്ന മഹ്ശറ ഖുർആൻ പറഞ്ഞതാണ്. ആ മുഖത്തെ എന്നെ വെളുപ്പിക്കണേ. കറുത്തു പോകുന്ന മഹ്ശറ, വെളുത്തു പോകുന്ന മഹ്ശറയിൽ എന്റെ മുഖത്തെ വെളുപ്പിക്കണേ മുഖം കഴുകുമ്പോ. അത് കഴിഞ്ഞ് വലത്തെ കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ അത്നി കിതാബി ഫി യമീനിഹി ഹാസിബ്നി ഹിസാബ യസീറാ, അല്ലാഹുവേ മഹ്ശറില് ഗ്രന്ഥം വിതരണം ചെയ്യുമ്പോൾ എന്റെ വലത്തെ കൈയിൽ എന്റെ ഗ്രന്ഥത്തിൽ നൽകണേ, എന്റെ ഹിസാബ് നീ എനിക്ക് എളുപ്പാക്കി തരണേ. നമുക്കറിയാം ഖുർആൻ പറഞ്ഞിട്ട് വലത്തെ കൈയിലെ ഗ്രന്ഥം കൊടുക്കുക. അതേപോലെ തന്നെ ഇടത് കൈ എഴുതുമ്പോ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി വലാ മിൻ വറാഅ ദുഹരിഹി, മോശപ്പെട്ട മനുഷ്യന്മാർക്ക് ഇടത് ഭാഗത്ത് പിന്നിലൂടെ വന്ന മലക്കുകൾ ഇടത്തെ കൈയിലെ കൊടുക്കാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടത് കൈ കഴുകുമ്പോ അല്ലാഹുവേ എന്റെ കയ്യൻ ഇടത്തെ കൈയിൽ എന്റെ ഗന്ധം നൽകല്ലേ ഒതുടുക്കുമ്പോളേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പിന്നീട് നമുക്കറിയാം തല തടവുമ്പോ അല്ലാഹുമ്മ ഹരിം ശഹരി വബസരി അലന്നാർ, എന്റെ തൊലിക്കും എന്റെ മുടിക്കും നരകം നീ നിഷിദ്ധമാക്കണേ അല്ലാഹ്. എന്തൊരു മൊഞ്ചുള്ളതാ. പിന്നെ കാല് കഴുകുമ്പോ അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത് യൗമ തസില്ലു ഫീഹിൽ അഖദാം, കാലുകൾ വഴുതി പോകുന്ന ഭയാനകരമായ സിറാത്തുൽ പാലത്തിൽ എന്റെ കാലിനെ നീ ഉറപ്പിച്ചു നിർത്തണേ. അപ്പോ തുടക്കം മുതൽ കയ്യിൽ കഴുകി കാല് കഴുകുന്നത് വരെയുള്ള ഈ അവയവങ്ങൾക്കൊക്കെ യോജിച്ചൊരു ദുആ ഉണ്ടാക്കി ആര്? ഏതോ ചങ്ങായിമാര്. ഇമാം നബവി തങ്ങൾ കിതാബിൽ എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറയാണെന്ന് ഹദഫ്തു ദുആഉൽ അഖലാഇ ഇദ് ലാ അസ്ല ലഹു, വുദൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ ഈ ദുആയെ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. നമ്മള് പിൽക്കാലത്തുണ്ടാക്കിയ ചില അനാചാരങ്ങൾ ഒഴിവാക്കണം, എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കും. കണ്ടോ, വഹാബി സുന്നത്തിനെതിരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കുകയാണ്, എത്ര നല്ല ദുആയാണ് വലിച്ചെറിഞ്ഞത്. അപ്പൊ ഇമാം നബവി ആരാ? മുത്തമ്പാദിയാ? വഹാബിയാ? ആണോ? ഇമാം നബവി തങ്ങളേക്കാൾ അറിവുണ്ട് നമുക്ക്. ഇമാം നബവി എന്ന രണ്ടാം ഷാഫി എന്ന ഹോജ പറയുന്നു, വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞാൻ. എന്ത്? ഇതിലാ അസ്ല ലഹു, ഹദീസിലില്ല. അതാ ഫീ കുതുബിൽ ഹദീസ്നാ. ഇതിലെ അസിലൂല, അതിന് അസിലില്ല എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ. അപ്പൊ വലത്തുനിന്ന് എഴുത്തൊക്കെ എഴുതിയതൊക്കെ ഇസ്ലാം ദീനാണ് വിചാരിക്കുന്നത്. വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതിയതൊക്കെ ഇസ്ലാം ദീനാണ് വിചാരിക്കുന്നത്. അത് പുത്തൻവാദമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദീനിൽ ചെയ്യാൻ പറ്റൂല. പിന്നെ ചില ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് എന്ത്? ബിദ്അത്ത് ശരിയാണ്, ലലാലത്താണ്. എന്നാ ബിദ്അത്തുൻ ഹസനത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതെന്താ? നല്ല ബിദ്അത്ത്. ബിദ്അത്തുൻ ഫിൽ ലലാല എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെങ്ങനെ നല്ല ബിദ്അത്ത് ഉണ്ടാവും? എന്ത് വർത്താനാണ്?
ഞാൻ ചില ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ല മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മളെ വയറ്റിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത് എന്ത്? മലം എന്ന്. വെജിറ്റബിൾ കഴിച്ചാലും ഒഴിവാക്കണേന് എന്ത് ചെയ്യും? അതിനും പറയും നമ്മളത്. പിന്നെ അതിലെന്താ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി? അതൊക്കെ ഒറ്റ തട്ടേണ്ട സാധനല്ലേ? അതെല്ലാം വേസ്റ്റ് അല്ലേ? കുല്ലു ബിദ്അത്തുൻ ളലാല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ അതിലൊരു ബിദ്അത്തുൻ ഹസനത്ത് ഉണ്ടാകുക? നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുക? അതിന് ചില ആളുകൾ കൊണ്ടുവരുന്ന ദുർന്യായമുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെന്താ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനവറുകൾ തറാവീഹ് നമസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ ഏകീകരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ 3 ദിവസം തറാവീഹ് നമസ്കാരം ഇമാമായി നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നാലാമത്തെ ദിവസം വന്നില്ല. കാരണം എന്താ? അയ്യഫ്തറ അലൈക്കും, നിങ്ങളെ മേൽ അല്ലാഹു തആല ഈ തറാവീഹ് എന്ന സുന്നത്ത് നിർബന്ധമാക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് പിന്നീട് ജമാഅത്തായി തറാവീഹ് നമസ്കരിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണകാലത്തും ആളുകൾ റമദാനിൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു. ഇങ്ങനെ ചിതറി അവിടെ ഒരു കൂട്ടം ഇവിടെ ഒരു കൂട്ടം അവിടെ ഒറ്റക്ക് നിസ്കരിക്കൽ. ഇത് കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യയെ പുനർജീവിപ്പിച്ചു. ഏതാ ചര്യ? ആദ്യകാലത്ത് 3 ദിവസം നിസ്കരിച്ച് നിർത്തിവെച്ച ആ സുന്നത്തിനെ വീണ്ടും ഹയാത്താക്കി ഒരു ഇമാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വ തമീം അദ്ദാരി അലാ 11 റക്അ, 11 റക്അത്ത് ഇമാമായി നിസ്കരിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. എന്നിട്ട് ആ നമസ്കാരം കണ്ട സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്ത്? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, എത്ര നല്ല ബിദ്അത്ത്. ഇതിനെ പറ്റിയാണ് ചില ആളുകൾ പറയുന്നത്. കണ്ടോ, ബിദ്അത്ത് ഉണ്ടാക്കാനുള്ള തെളിവാണിത്. അല്ല, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി കൊണ്ട് തന്നെ ഇബ്നുൽ അസ്കലാനി അല്ല ഇബ്നുൽ ഹൈതമി അശ്ശാഫി എന്നറിയപ്പെടുന്ന ആ ഷാഫി മദ്ഹബ് പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിന്റെ 240 പേജിൽ പറയുന്നു, ഖൗലുഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് ഏതാ? നിഅമത്തുൽ ബിദ്അത്തു ആദി എന്ന ആ വാക്ക് ദീനിൽ പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അറാദൽ ബിദ്അത്തുൽ ലുഗവിയ്യ, അത് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്. ലൈസൽ ബിദ്അത്തു ശർഇയ്യ, ശർഇൽ അല്ലാഹു ദലാലത്താണ് നരകത്ത് പോകുന്നു പറഞ്ഞ ആ ബിദ്അത്തല്ല. ഫഇന്ന ബിദ്അത്തുൽ ദലാല, അതായത് ദീനിൽ ആ ബിദ്അത്ത് കൊണ്ടുവരൽ ദലാലത്താണ്. അതുകൊണ്ട് ഇത് എത്ര കൗതുകമുള്ള കാര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ന്യായീകരണങ്ങളൊന്നും നമ്മൾ വിലക്കെടുക്കരുത്. നമ്മൾ സുന്നത്തിന് മുറുകെ പിടിക്കുക, ബിദ്അത്തുകളെ കൈയൊഴിക്കുക. ബിദ്അത്തിന്റെ ഗൗരവം ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാം ഖുതുബയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് കല്ലും നെല്ലും വേർതിരിച്ച് യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.